ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ജേണൽ എൻട്രീസ് ഈസി മെത്തേഡാണ് ഇന്നലെ എടുത്തിരുന്നത്. അതിന് ഏതൊക്കെയാണ് അക്കൗണ്ടെന്നും ആ അക്കൗണ്ട് ഏത് രീതിയിലാണ് ഡെബിറ്റും ക്രെഡിറ്റും വരുന്നതെന്നും ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്തിരുന്നു. ഇന്ന് മറ്റൊരു റൂളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ റൂളും പഠിച്ചിരുന്നാൽ ജേണൽ എൻട്രി ചെയ്യാൻ അറിയത്തില്ലാത്ത ഏതൊരാൾക്കും വളരെ ഈസിയായി ജേണൽ ചെയ്യാനായിട്ട് പറ്റും. ഈ റൂൾ അറിഞ്ഞിരുന്നാൽ മതി. ജേണൽ എൻട്രീസ് അറിയാത്ത ഏതൊരാൾക്കും ജേണൽ അറിയാനായിട്ട് പറ്റും. അതായത് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതിൻ്റെ ഏത് അസറ്റും അതുപോലെ തന്നെ ലയബിലിറ്റീസും ഒക്കെ വന്നാൽ അത് ഏത് രീതിയിലാണ് ഡെബിറ്റ് ക്രെഡിറ്റൊക്കെ ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കൊടുക്കുക. അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതെല്ലാം അസറ്റാണ്. അസറ്റ് വർദ്ധിക്കുമ്പോൾ, ഇൻക്രീസ് മീൻസ് വർദ്ധിക്കുക. അസറ്റ് വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് കൊടുക്കുക. അസറ്റ് ഡിക്രീസ് ക്രെഡിറ്റ്. അസറ്റ് കുറയുമ്പം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കൊടുക്കുക. അതായത് സോൾഡ് ഫർണിച്ചർ വിറ്റു, അപ്പോൾ ക്യാഷ് കിട്ടി. ക്യാഷ് എന്നുള്ള അസറ്റ് വർദ്ധിച്ചു, ഫർണിച്ചർ എന്നുള്ള അസറ്റ് കുറഞ്ഞു. അപ്പം സോൾഡ് ഫർണിച്ചർ വരുമ്പോൾ ക്യാഷാ വർദ്ധിച്ചത്. ക്യാഷിന് ഡെബിറ്റും ഫർണിച്ചറിന് ക്രെഡിറ്റും. ഇനി വീണ്ടും എക്സ്പെൻസ്, നമ്മൾ നോമിനൽ അക്കൗണ്ടിൽ വരുന്നതെന്ന് കണ്ടു. എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ്. എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് കൊടുക്കുക. എക്സ്പെൻസ് ഡിക്രീസ് ക്രെഡിറ്റ്. എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക. അതാണ് അടുത്ത റൂള്. എക്സ്പെൻസ് എന്നുള്ളത് നോമിനൽ അക്കൗണ്ടിൽ വരുന്നതാണെന്ന് ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക. ഇനി അടുത്തത്, അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ റൂൾ വരുന്നു. അസറ്റിനും എക്സ്പെൻസിനും ഒരേ റൂളാണ്. അസറ്റ് വർദ്ധിക്കുമ്പോൾ എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് കൊടുക്കുക. അസറ്റ് കുറയുമ്പോഴും എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക. ഇനി അടുത്ത റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഇനി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അടുത്തത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്കുള്ള മുടക്കുമുതൽ, ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മുടക്കുമുതലാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ കുറയുമ്പോഴാണ് ഡെബിറ്റ് വരുന്നത്. ക്യാപിറ്റൽ ഡിക്രീസ് ഡെബിറ്റ്, ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ്. ക്യാപിറ്റൽ ഡിക്രീസ് ഡെബിറ്റ്, ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ്. ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് കൊടുക്കുക, ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക. ഇനി വീണ്ടും ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് ആർക്കെല്ലാം പണം കൊടുക്കാനുണ്ടോ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓവ്ഡ് ബൈ ദ ബിസിനസ്. അപ്പം ലയബിലിറ്റിയും കുറയുമ്പോഴാണ് ഡെബിറ്റ്. ലയബിലിറ്റി ഡിക്രീസ് ഡെബിറ്റ്, ലയബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ്. ലയബിലിറ്റി വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒരുപോലെയുള്ളത് അടുപ്പിച്ചെഴുന്ന് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഇനി അടുത്തത് ഇൻകം. ഈ ഒരു ഐറ്റം കൂടെ ഉള്ളൂ ഇതിനുള്ളിൽ വരുന്നുള്ളൂ. ഇൻകവും ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കൊടുക്കുക. ഇൻകം ഡിക്രീസ് ഡെബിറ്റ്, ഇൻകം ഇൻക്രീസ് ക്രെഡിറ്റ്. ഇൻകം വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു റൂള്. അതായത് മറ്റേ റൂള് നമ്മളൊന്ന് ഷെഡ്യൂളിലാക്കി അല്ലെങ്കിൽ ഒന്ന് ടേബിളിലാക്കി വളരെ ക്ലിയറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് പഠിച്ചിരുന്നാലും ജേണൽ എൻട്രീസ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ ഇതിനെ മറ്റൊരു രീതിയിലും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് കാണിക്കാം. ഇൻക്രീസ് ഡിക്രീസ് ഏത് രീതിയിലൊക്കെയാണെന്നോ ഇതിൻ്റെ ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇൻക്രീസ് ഡിക്രീസ്, ഏതൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ്, ഏതൊക്കെ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് എന്ന് മേളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കുക. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് കൊടുക്കുക. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് കൊടുക്കുക. ഇനി അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക. ഇതിലെളുപ്പമുള്ളത് വേണം പഠിച്ചു വയ്ക്കാൻ.
ഇനി അടുത്തത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കൊടുക്കുക, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക. ഇനി വീണ്ടും അസറ്റ് എക്സ്പെൻസ് ഇത് രണ്ടും ആയി. അത് രണ്ടും വർദ്ധിക്കുമ്പോൾ ഡെബിറ്റും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റുമാണ്. ഇനി അടുത്തത് ക്യാപിറ്റലിന് ബിസിനസ്സിലേക്ക് മുടക്കിയ തുകയാണ്. ക്യാപിറ്റൽ എപ്പോഴും ബിസിനസ്സിന് ലയബിലിറ്റിയാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ് ആണ് വരുന്നത്. ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ അത് ക്രെഡിറ്റ് കൊടുക്കുക, ക്യാപിറ്റൽ ഡിക്രീസ് ഡെബിറ്റ്. ക്യാപിറ്റൽ കുറയുമ്പോഴാണ് ഡെബിറ്റ് വരുന്നത്. ഇനി വീണ്ടും അടുത്തത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ബിസിനസ് ആരുടെ എല്ലാം പണം കടപ്പെട്ടിട്ടുണ്ടോ അതിനാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കൊടുക്കുക, ഡെബിറ്റ്. ഇനി വീണ്ടും അടുത്തത് ലയബിലിറ്റി. ഇനി ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കുക, ഇൻകം ഇൻക്രീസ് ക്രെഡിറ്റ്, ഇൻകം ഡിക്രീസ് ഡെബിറ്റ്. അപ്പോൾ ഈ റൂള് മുകളിലത്തെ റൂൾ ഒന്നുകൂടി എളുപ്പമാക്കി എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചിരുന്നാലും നിങ്ങൾക്ക് ജേണൽ എൻട്രീസ് വളരെ ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കണ്ട് വീണ്ടും മനസ്സിലാക്കുക. ഇനി ജേണൽ എൻട്രീസുമായിട്ട് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ജേണൽ എൻട്രീസുമായിട്ട് വരുന്നതാണ്. ഇതിനെ ഓരോന്നിനെയും കാണിക്കാൻ. അപ്പം നമ്മൾ ആദ്യമേ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിനെ ജേണൽ എൻട്രീസ് എഴുതുന്നതിന് മുമ്പ് ഏതിന് ഡെബിറ്റ് ഏതിന് ക്രെഡിറ്റ് എന്ന് ഈ റൂൾ അനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ നമ്മളതിനെ ജേണലൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എളുപ്പമാകും, തെറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെല്ലാവരും കണ്ട് മനസ്സിലാക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.